ഹലോ ടീച്ചേഴ്സ്, നമസ്തേ. ഇന്നത്തെ വീഡിയോയിൽ ഒരു കോഡ് ക്ലാസ് ആണ് പറയാൻ പോകുന്നത്. ഭഗവതി ചരൺ വർമ്മയുടെ ഉപന്യാസ്ക്രം ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോൾ 2019 സെറ്റ് എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ഭഗവതി ചരൺ വർമ്മ കെ ഉപന്യാസോം കോ കാൽക്രമാനുസാർ ലിഖിയെ എന്നുള്ളത്. അതിൽ ഓപ്ഷൻസ് ഫൂലെ ബിസരെ ചിത്ര സബഹി നച്ചാവത്ത് രാം ഗോസായി ചിത്രലേഖ, അതായിരുന്നു അതിൽ കോഡ് ABC. അതിൽ വന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ആൻസർ ഓപ്ഷൻ C ആയിരുന്നു. അപ്പം നമുക്ക് അദ്ദേഹത്തിൻ്റെ ഉപന്യാസങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഉപന്യാസങ്ങളുണ്ട്. മെയിനായിട്ട് എക്സാമിന് ചോദിക്കാറുള്ള ഉപന്യാസങ്ങളാണ് കോഡാക്കിയിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഉപന്യാസമാണ് പത്തൻ എന്നുള്ളത്. 1928 ഇതിൻ്റെ പ്രകാശൻ വർഷ്. അടുത്തത് രണ്ടാമത്തെ ഉപന്യാസമാണ് ചിത്രലേഖ, 1934. അടുത്തത് തീൻ വർഷ് 1936. ഇപ്പോൾ 2 വർഷമാണ് ഗ്യാപ്പ്, 34 കഴിഞ്ഞിട്ട് പിന്നെ 36. അടുത്തത് ടേട്ടെ മേഠെ രാസ്തെ, അതൊരു 1946, 10 ഇയർ ഗ്യാപ്പ് വരുന്നുണ്ട്. നെക്സ്റ്റ് അപ്പിനെ ഖിലൗനെ 1957. അടുത്തത് ഭൂലെ ബിസരി ചിത്ര 1959. അടുത്തത് സാമർത്ഥ്യ ഓർ സീമ 1962. എട്ടാമത് അതായത് അടുത്ത ഉപന്യാസം സബഹി നശാവത്ത് രാം ഗോസായി 1970. അപ്പോൾ ഈ ഒരു ഓർഡറാണ്, അത് ഓർഡറിൽ തന്നെ അത് മനസ്സിലാക്കി നമ്മൾ വെക്കണം. ഇയറൊന്ന് പ്രത്യേകിച്ച് നോക്കണം. ആദ്യം പത്തൻ, പിന്നെ ചിത്രലേഖ, പിന്നെ തീൻ വർഷ്, പിന്നെ ടേട്ടെ മേട്ടെ രാസ്ട്രീയ, പിന്നെ അപ്പിനെ ഖിലൗനെ, പിന്നെ ഭൂലെ ബിസരെ ചിത്ര. നെക്സ്റ്റ് വരുന്നത് സാമർത്ഥ്യ ഒരു സീമ. നെക്സ്റ്റ് സബഹി നശാവത്ത് രാം ഗോസായി. അപ്പോൾ നമുക്ക് ഇതിനെ ഒരു കോഡിൻ്റെ രൂപത്തിൽ ഒരു കോഡായിട്ട് നമുക്ക് പഠിക്കാം. അപ്പോൾ പതൻ എന്നുള്ളത് 10 വയസ്സുള്ള എടുക്കുക, ചിത്രലേഖ തന്നെയായിട്ട് എടുക്കുക. അപ്പോൾ 10 വയസ്സുള്ള ചിത്രലേഖ. തീൻ വർഷം എന്ന് പറയുമ്പോൾ 3 വർഷം ആണല്ലോ. അപ്പോൾ തീൻ വർഷ് 3 വർഷം മുമ്പ്. ടേട്ടെ മേട്ടെ രാസ്തയിലൂടെ വഴിയിലൂടെ. അപ്പിനെ ഖിലൗനെ എന്ന് പറഞ്ഞാൽ തൻ്റെ കളിപ്പാട്ടമാണല്ലോ. അപ്പോൾ തൻ്റെ കളിപ്പാട്ടം, തൻ്റെ ടോയ് എടുത്ത് ഫൂലെ ബിസരെ ചിത്രവുമായി, ഫൂലെ ബിസരെ എന്നുള്ള ഒരു ചിത്രം ഓർക്കാൻ വേണ്ടിയിട്ടാണ്. സാമർത്ഥ്യമുള്ള സീമയുമായി, സാമർത്ഥ്യ ഒരു സീമ എന്നാണ്. അപ്പോൾ സാമർത്ഥ്യമുള്ള സീമയുമായി രാം ഗോസായിൻ്റെ അടുത്ത് പോയി. അപ്പോൾ 10 വയസ്സുള്ള ചിത്രലേഖ തീൻ വർഷം 3 വർഷം മുമ്പ് ടേട്ടെ മേട്ടെ രാസ്തയിലൂടെ അഭിനെ ഖിലൗനെ എടുത്ത് ഫൂലെ ബിസരെ ചിത്രവുമായി, സാമർത്ഥ്യമുള്ള സീമയുമായി രാം ഗോസായിൻ്റെ അടുത്ത് പോയി എന്ന് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം അങ്ങനെ പഠിച്ചു വയ്ക്കുക. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അദ്ദേഹം ഒരുപാട് ഉപന്യാസങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൽ മെയിനായിട്ട് എക്സാമിന് ചോദിക്കാറുള്ളത് മാത്രമാണ് കോഡ് ക്ലാസ് ആക്കിയത്. ഇനി അദ്ദേഹത്തിൻ്റെ മറ്റു ഉപന്യാസങ്ങളൊന്ന് നോക്കാം. ആദ്യം തൊട്ട് തന്നെ ഒന്നും കൂടി പറയാം. പത്തൻ, ചിത്രലേഖ, തീൻ വർഷ്, ടേട്ടെ മേട്ടെ രാസ്ട്രീയ, അപ്പിനെ ഖിലൗനെ, ഭൂലെ ബിസരെ ചിത്ര, वह फिर नहीं आई, सामर्थ्य और सीमा, थके पाव, रेखा, सीधी सच्ची बातें, युवराज छूंटा, सबही नशावत राम गोसाई, प्रश्न और मरीचिका, धुप्पल, चाणक्य. ഒന്നുകൂടി വായിക്കാം. പത്തൻ, ചിത്രലേഖ, തീൻ വർഷ്, ടേട്ടെ മേട്ടെ രാസ്തെ, അപ്പിനെ ഖിലൗനെ, ഭൂലെ ബിസരെ ചിത്ര, വഹ ഫിർ നഹി ആയി, സാമർത്ഥ്യ और सीमा, थके पाव, रेखा, सीधी सच्ची बातें, युवराज छूंटा, सबही नचावत राम गोसाई, प्रश्न और मरीचिका, धुप्पल, ലാസ്റ്റ് ചാണക്യൻ. അപ്പോൾ ഇത്രയുമാണ് അദ്ദേഹത്തിൻ്റെ ഉപന്യാസങ്ങൾ. അപ്പോൾ ഇതെല്ലാവരും നന്നായിട്ട് പഠിക്കുക, നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക. ധന്യവാദ്.